നമസ്കാരം, എൻ്റെ പേര് ആശാ പാർവതി. തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയാണ്. ഫ്യൂഷൻ റൗണ്ടിൽ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ വെസ്റ്റേൺ ഫ്യൂഷൻ കേക്കാണ്. കേരളത്തിൻ്റെ തനത് പലഹാരമായ ഉണ്ണിയപ്പവും വെസ്റ്റേൺ കേക്കായ ബട്ടർ കേക്കിൻ്റെയും ഒരു ഫ്യൂഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കേക്ക് സ്പോഞ്ച് ആവാനുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി തണുക്കാൻ വയ്ക്കാം. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് ഏലാച്ചി ഫ്ലേവർ വരാൻ വേണ്ടി ഏലക്ക ആഡ് ചെയ്ത് ചൂടാക്കാൻ പോവാം. ഷുഗർ സിറപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനിക്ക് മൊത്തം 1.5 കപ്പ് ജാഗറി പൗഡർ ആവശ്യമുണ്ട്. 3/4 കപ്പ് കേക്കിനും 3/4 കപ്പ് ഉണ്ണിയപ്പം തയ്യാറാക്കാനുമാണ്. ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്. ഇനി നമുക്കിതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം ബേസ്ഡ് തീം ആയതുകൊണ്ട് 2 ലെയർ കേക്ക് ഒരു ശർക്കരയുടെ ബേസാണ്. ശർക്കര, ഏലക്ക, പാളയംകോടൻ പഴം ബേസാണ്. അപ്പം അതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അതിന് 1.5 കപ്പ് മൈദ ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ഇട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ബട്ടർ കേക്കിന് ആവശ്യമുള്ള ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ചെയ്യണം. ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു 6.5 ഇഞ്ച് ഗ്രീസ് ചെയ്ത് ബേക്കിംഗ് ട്രേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓവൻ ഒന്ന് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഉണ്ണിയപ്പം ബേസ് കേക്കിനുമായിട്ട് നമ്മളൊരു 3 പാളയംകോടൻ പഴം നന്നായി ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി കേക്കിലേക്കും പകുതി ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്കുമാണ് ഉപയോഗിക്കുന്നത്. ഉണ്ണിയപ്പം കേക്കിന് ആവശ്യമായ 2 മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ജാഗറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുവാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച 3 പാളയംകോടൻ പഴമുണ്ട്. അതിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉണ്ണിയപ്പം ബേസ്ഡ് ബാറ്റർ നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അവൻ പ്രീ ഹീറ്റായി. നമ്മുടെ ബട്ടർ കേക്ക് ബാറ്ററും ഉണ്ണിയപ്പം ബേസ് കേക്ക് ബാറ്ററും റെഡിയാണ്. നമുക്കത് ഓവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കൊരു 16 മിനിറ്റ് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഡെക്കറേഷൻ ആവശ്യമായ ഉണ്ണിയപ്പം തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം റവ, ഇതിലേക്ക് അരച്ച പാളയംകോടൻ പഴത്തിൻ്റെ മിക്സ്ചർ, ഒരു 1/2 സ്പൂണോളം ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് മിക്സ്ചറും തേങ്ങാക്കൊത്ത് എള്ള് മിക്സ്ചറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചൂടായ ശർക്കരപ്പാനിയും ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കണം. കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം കേക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഉണ്ണിയപ്പത്തിൻ്റെ ഫ്ലേവറിനോട് ചേർന്ന് പോകാനായിട്ട് 1 സ്പൂൺ സോൾട്ടഡ് കാരമൽ ചേർക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഉണ്ണിയപ്പ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം മാവ് കുറച്ച് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പമെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി അത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഫ്യൂഷൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ണിയപ്പത്തിൽ വരെ എത്തി. ഫ്യൂഷൻ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. ബാക്കിയുള്ളവരൊക്കെ അന്യ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഇത് തോട്ട് അല്ലേ? നമ്മുടെ സൗത്ത് ഇന്ത്യ എണ്ണ കുടിക്കുന്നുണ്ടോ? എണ്ണ കുടിക്കുന്നുണ്ട്. ആക്ച്വലി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് മറ്റേ ഓതൻറ്റിക് അരി കുതിർത്ത് പൊടിച്ചതല്ല, അരിപ്പൊടിയും മൈദയും കുറച്ച് റവയും. അപ്പോൾ അതാണോ എന്നറിയില്ല. പിന്നെ ഇത് ഇൻഡക്ഷൻ പ്രശ്നമാണ് എണ്ണ കുടിക്കുന്നത്. ചൂട് കൂടുതലായിട്ടല്ലേ, ഓയിലിന് നല്ല ചൂടില്ലെങ്കിൽ എണ്ണ കുടിക്കും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ അതും എങ്ങനെയാണ് കേക്ക് വന്നിട്ട് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജാഗറി ബേസ്ഡ് ആണ്. ജാഗറി നമ്മുടെ ഈ തേങ്ങാക്കൊത്ത്, എള്ള്, പാളയംകോടൻ പഴം, അങ്ങനത്തെ ഒരു ബേസ്. പിന്നെ അടുത്തതൊരു ബട്ടർ കേക്കാണ്, ഒരു വെസ്റ്റേൺ യൂറോപ്യൻ. ഇത് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ ക്രംസ് പോലെ സൈഡിൽ വെക്കാനും മേളിൽ ഇങ്ങനെ ഗുലാബ് ജാമുൻസ് ഒക്കെ വെക്കണ പോലെ ഹാഫാക്കി വെക്കാനുമാണ് പ്ലാൻ. ഇത് ഇതിനു വേണ്ടി ഒന്ന് ട്രയൽ നോക്കി. അപ്പം കേക്ക് കുഴപ്പമില്ലാതെ വന്നു. ഇപ്പം നോക്കണം. അന്ന് ഒരു ബനാന കേക്ക് ഫ്ലേവറിൽ കിട്ടി. നോക്കാം. അതെ, കേക്ക്സ് രണ്ടും ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാവാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കാരമൽ ബേസ്ഡ് ഫ്രോസ്റ്റിംഗ് നമുക്കൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് നമുക്കൊന്ന് ലെവൽ ചെയ്ത് എടുക്കാം. ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം ബേസിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ജാഗറി ലെയർ. നമുക്കൊരു ഇലാച്ചി ഫ്ലേവേർഡ് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാരമൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് ഒരു ലെയർ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവലപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു ബട്ടർ കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. ഇവിടെയും നമുക്ക് ഷുഗർ സിറപ്പ്. എഗെയിൻ നമുക്കൊരു ലെയർ ക്രീം അപ്ലൈ ചെയ്യാം. നമുക്കൊരു ഫൈനൽ ലെയർ ഓഫ് ജാഗറി കേക്ക് ലെയർ വയ്ക്കാം. മുറിച്ചു ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ക്രംസ് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോൾട്ടഡ് കാരമൽ സോസ് അത് ഇതിൻ്റെ കൂടെ പോകും എന്നാണ്. എന്തായാലും നോക്കാം. ഫ്യൂഷനാണ്. ഉണ്ണിയപ്പം കാരമൽ. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണ്ണിയപ്പംസ് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പിംഗ് ആയിട്ട് കുറച്ച് സോൾട്ടഡ് കാരമൽ സോസും ഉണ്ട്. നമുക്ക് ഈ സോൾട്ടഡ് കാരമൽ സോസ് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിയപ്പം ബേസായിട്ട് വെക്കാൻ നമുക്കൊരു ഫ്ലവർ പോലെ ചെയ്യാം. നമുക്ക് സൈഡ്സിലൊന്ന് ഉണ്ണിയപ്പത്തിൻ്റെ ക്രംസ് ഒന്ന് ഡസ്റ്റ് ചെയ്യാം.
അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം.